ഇടുക്കി വാഗമൺ ഭൂമി കൈയേറ്റ പരാതിയിൽ റവന്യൂ വകുപ്പിന്റെ അന്വേഷണം ആരംഭിച്ചു. പീരുമേട് ഭൂരേഖ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം കൈയേറ്റ ഭൂമി സന്ദർശിച്ച് പരിശോധന നടത്തി. പരിശോധനാ റിപ്പോർട്ട് അടുത്ത ദിവസം ജില്ലാ കളക്ടർക്ക് കൈമാറും. വാഗമൺ മൊട്ടക്കുന്നിലെ 4 പട്ടയങ്ങളുമായി ബന്ധപ്പെട്ടാണ് റവന്യൂ സംഘം പരിശോധന നടത്തുന്നത്. രേഖകൾ പരിശോധിച്ച് പട്ടയങ്ങളുടെ നിയമസാധുത വിലയിരുത്തും. 2012 കയ്യേറ്റമൊഴിപ്പിച്ച് സർക്കാർ തിരിച്ചുപിടിച്ച ഭൂമിയിൽ വീണ്ടും അനധികൃത കയ്യേറ്റം നടത്തിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സർവേയും നടത്തുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കയ്യേറ്റമുണ്ട് എന്നൊരു ആരോപണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ പരിശോധിച്ചതിൽ ഇതിൽ ഒരു 11.5 ഏക്കറോളം സ്ഥലത്ത് 4 പട്ടയങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2001 കൊടുത്ത പട്ടയമാണ്. കൂടാതെ ഒരു 10 ഏക്കർ സ്ഥലം ഹൈറേഞ്ച് ടൂറിസം ഡെവലപ്മെൻറ്റിന് പ്രപ്പോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ 2 സ്ഥലങ്ങളൊന്ന് പരിശോധിച്ചിട്ട് പിന്നീട് സാവകാശം ഇതിൻ്റെ പട്ടയത്തിലെ മുൻ ഫയലുകളും രേഖകളും ഒക്കെ പരിശോധിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. നേരത്തെ കൊടുത്ത പട്ടയത്തിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ച് ഇത് പതിവിന് വിധേയമാണോ, അതിലെന്തെങ്കിലും അഥവാ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുക. ഇടുക്കി ജില്ലയിലെ ഭൂമി കയ്യേറ്റവും വ്യാജപ്പട്ടയങ്ങളും അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാഗമൺ, മൂന്നാർ, ചിന്നക്കനാൽ, പരുന്തുംപാറ എന്നിവ ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ ഭൂമി കയ്യേറ്റങ്ങളും അനധികൃതമായി നൽകിയ പട്ടയങ്ങളും സംഘം വിശദമായി പരിശോധിക്കുമെന്ന് റവന്യൂ വകുപ്പ് പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചായൻസ് ഗോൾഡ്.